കൊച്ചിയിൽ LDF-ഉം UDF-ഉം തമ്മിൽ ക്യാൻറ്റീൻ യുദ്ധം മുറുകുകയാണ്. ഇന്ദിരാ ക്യാൻറ്റീനുമായി കോർപ്പറേഷൻ രംഗത്ത് വരുന്നത് സമൃദ്ധിയെ തകർക്കാനാണ് എന്നാണ് CPM-ന്റെ ആരോപണം. എന്നാൽ വിഷയത്തിൽ ഇനി കൂടുതൽ പ്രതികരണത്തിനില്ല എന്നും സമൃദ്ധിയും ഇന്ദിരാ ക്യാൻറ്റീനും ഒരുമിച്ച് പോകുമെന്നും മേയർ വ്യക്തമാക്കുന്നു. നിലവിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മുടെ പരമാര കൗണ്ടറിൽ തന്നെ ഇന്ദിരാ ക്യാൻറ്റീൻ കൗണ്ടറാണ് സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. ഫോർട്ട് കൊച്ചിയിലും അങ്ങനെ തന്നെയാണ്. 10 രൂപയ്ക്കാണ് ആ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഉച്ചയ്ക്ക് സമൃദ്ധിയിൽ തന്നെയുള്ള സബ്സിഡൈസ്ഡ് ഫുഡുണ്ട്. വൈകുന്നേരം 10 രൂപയ്ക്ക് ചപ്പാത്തിയും വെജിറ്റബിൾ കറിയും ഉൾപ്പെടെയുള്ള ഡിന്നറാണ് അത് ഉദ്ദേശിക്കുന്നത്. പേരുമാറ്റം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊരു സബ്സിഡൈസ്ഡ് ഇതിൽ പോകണം. സമൃദ്ധി ശരിക്കും പറഞ്ഞാൽ നമ്മൾ മറ്റ് വില കൂടിയ ഉൽപ്പന്നങ്ങൾ, വില കൂടിയ പ്രീമിയം ഹോട്ടലിനോട് കിടപിടിക്കുന്ന രീതിയിൽ സമൃദ്ധിയെ ഒരു ബ്രാൻഡായിട്ട് വളർത്തിക്കൊണ്ടുവരികയാണ്. 10 രൂപയ്ക്ക് ഇഡലിയും സാമ്പാറും അടങ്ങുന്ന പ്രഭാത ഭക്ഷണവും അതേ വിലയ്ക്ക് തന്നെ രാത്രി ഭക്ഷണവും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ലതാണ്. എന്നാൽ ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന പേരും അത് എവിടെ തുടങ്ങുന്നു എന്നുള്ളതുമാണ് ഇപ്പോഴത്തെ പ്രശ്നത്തിന് കാരണം. കോർപ്പറേഷൻ ഭരണം മാറിയതോടെ ഇടത് വലത് പോര് മുറുകുന്നത് ക്യാൻറ്റീൻ പേരിനെയും അത് നടപ്പാക്കുന്ന ഇടത്തെയും ചൊല്ലിയാണ്. സമൃദ്ധിക്കിടയിലേക്കാണ് ഇന്ദിരാ ക്യാൻറ്റീൻ എന്ന പേര് UDF കൊണ്ടുവന്നത്. കൊച്ചിയിൽ ഏറെ ഹിറ്റായ പദ്ധതിയായിരുന്നു 2021 തുടക്കം കുറിച്ച സമൃദ്ധി ക്യാൻറ്റീൻ. സാമ്പാറും തോരനും അവിയലും ഉൾപ്പെടെയുള്ള ഉച്ചയൂണിന് കേവലം 20 രൂപ മാത്രം. സമൃദ്ധി പദ്ധതി നടപ്പാക്കുന്നയിടത്ത് പ്രത്യേക കൗണ്ടർ സജ്ജീകരിച്ച് ഇന്ദിരാ ക്യാൻറ്റീൻ തുടങ്ങുന്നതിന് എതിരെയാണ് CPM രംഗത്ത് വന്നത്. ഇത് സമൃദ്ധിയെ തകർക്കാനാണെന്നാണ് ആക്ഷേപം. സമൃദ്ധിയുടെ അകത്ത് കൊണ്ടുവന്ന് ഇന്ദിരാ ക്യാൻറ്റീൻ തുടങ്ങിയിട്ട് നേരത്തെ ജനകീയ ആസൂത്രണത്തിൽ നിന്ന് ജനങ്ങളെടുത്ത് മാറ്റി കുടുംബശ്രീ നിന്ന് കൊണ്ടുവന്ന് ജനശ്രീ എന്നാക്കി, പിന്നെ അവർ തന്നെ തോറ്റുപോയ പോലെ അവരുടെ ഇന്ദിരാ ക്യാൻറ്റീനും സമൃദ്ധി എല്ലാം തോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കരുത്. കാരണം ഇപ്പം നമ്മളൊരു ഹങ്കർ ഫ്രീ സിറ്റി എന്ന് പറഞ്ഞൊരു നല്ല അഭിപ്രായം ആളുകളുടെ ഇടയിൽ എല്ലായിടത്തും ഉണ്ട്. അത് നിങ്ങളുടെയൊക്കെ പിന്തുണയോടുകൂടിയാണ് നടന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നിങ്ങൾ ഞങ്ങളെക്കാൾ കൂടുതൽ വലിയ ശ്രദ്ധയോടുകൂടി ഈ പദ്ധതികളെ കാണുമെന്നാണ്. വിശപ്പുരഹിത കൊച്ചിയാണ് ലക്ഷ്യമെങ്കിൽ നിലവിലുള്ള സമൃദ്ധിയിൽ തന്നെ കുറഞ്ഞ നിരക്കിൽ പ്രഭാത ഭക്ഷണവും രാത്രി ഭക്ഷണവും നൽകാവുന്നതല്ലേ എന്ന ചോദ്യവും CPM ഉയർത്തുന്നു. പേരുമാറ്റത്തിലൂടെ പദ്ധതിയിൽ രാഷ്ട്രീയം കലർത്തുകയാണ് കോൺഗ്രസ് എന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ വിവാദത്തിൽ കൂടുതൽ പ്രതികരണത്തിനില്ലെന്നാണ് മേയറുടെ നിലപാട്. സമൃദ്ധിയും ഇന്ദിരാ ക്യാൻറ്റീനും യോജിച്ചു പോകുമെന്നും അവർ വ്യക്തമാക്കി. 3 നേരത്തെ ഭക്ഷണം 50 രൂപയ്ക്കകത്ത് ഉറപ്പാക്കുകയാണ് പുതിയ ഭരണസമിതിയുടെ ലക്ഷ്യമെന്നും മേയർ അറിയിച്ചു. പേരുകൾ ഏതായാലും കുറഞ്ഞ നിരക്കിൽ 3 നേരവും ഭക്ഷണം ലഭിക്കുന്നത് ജനങ്ങൾക്ക് നേട്ടമാണ്. എന്നാൽ മുന്നണികൾ തമ്മിലുള്ള തർക്കത്തിലും വിവാദത്തിലും പെട്ട് പദ്ധതികൾ അവതാളത്തിലാകരുതെന്നാണ് അവരുടെ പക്ഷം. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.